വലിയ കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു നോമ്പറേന് കേട്ടോ ഒന്ന്. എന്താണാവോ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കറി ഉണ്ടായിന് കേട്ടോ. ഞാൻ അന്ന് സാധാ ചോറാണ് ഉണ്ടാക്കണത്. പിന്നെ അതിനുള്ള ചിക്കൻ കറി ഉണ്ട്, പിന്നെ അതിൻ്റെ തലേന്ന് വെച്ചിട്ടുള്ള പയറുപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെറും ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചപ്പ് താളിച്ചതും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എണ്ണക്കടി എന്തെങ്കിലും ഒരു ജ്യൂസും എന്തെങ്കിലും ഒരു എണ്ണക്കടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം എരിവുള്ളതാണ് എല്ലാവർക്കും വലിയ താല്പര്യമൊക്കെ. പക്ഷേ കുറേ ദിവസമായി ചെറുപഴം ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഉണ്ട് കറുത്ത്, അതിനെ കാണാൻ മൊഞ്ചില്ലാണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിങ്ങനെ നുള്ളിയിട്ട് അങ്ങനെ പൊരിക്കാമെന്ന്. നമ്മൾ ഇവിടെ ഇതിനെ നുള്ളിയിട്ട അപ്പം കിള്ളിയിട്ട അപ്പം എന്നോ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്താണ് ഈ ഒരു കടിക്ക് പറയുക എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെ എന്തായാലും അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പഞ്ചസാരയെല്ലാം ഇട്ടൊന്ന് അടിച്ചു അതിലേക്കുള്ള മൈദയും കൂടെ ഒന്ന് പുരട്ടി കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇന്ന് വത്തക്ക ജ്യൂസാണ്. സാധാരണ നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ ഈ ജ്യൂസിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഇനി കേട്ടോ. നിച്ചോളും ഇക്കയൊക്കെയാണ് ഇത് അടിക്കൽ. ഇന്നിപ്പോൾ നിച്ചുമോളില്ല, ഓള് മീനങ്ങാടിക്ക് പോയതാണ്. കുറച്ച് ദിവസം സ്കൂൾ അവധി ആയതുകൊണ്ട് ഓളും അങ്ങോട്ട് പോയിനി കേട്ടോ. പിന്നെ ഇക്ക പണിക്ക് പോയതല്ലേ, ഇനിയിപ്പോൾ വന്നിട്ട് ഇക്കാനെ കൊണ്ട് അത്രയും പണിയെടുത്ത് കുഴങ്ങി വന്നിട്ട് ഇവിടെ ജ്യൂസ് അടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ തന്നെ അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നാഫിമോൻക്കാണെങ്കിൽ ഓൻ്റെ കൂട്ടുകാരൻ്റെ പുരയിൽ ഇന്ന് ഉസ്താദിൻ്റെ ചിലവായിട്ട് നോമ്പുറയാണ്. അപ്പോൾ ഓനോട് അങ്ങോട്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാൾ തന്നെ ഉള്ളൂ താനും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആയി കേട്ടോ. അപ്പോൾ ജ്യൂസും അടിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് അടുത്തതൊന്ന് ഈ ഒരു സമയത്ത് തുണി എടുക്കാനൊന്നും സാധാരണ നിച്ചോളെ കൊണ്ട് എടുപ്പിക്കലാണ്. നമ്മൾ പൊരിഞ്ഞ പണിയെടുക്കണ ആ ഒരു നേരമല്ലേ. ഇന്ന് പിന്നെ പണിയൊന്നും ഇല്ലാത്ത പോലെ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ തിരുമ്പിയ തുണികൾ എടുക്കാൻ പുറത്തിറങ്ങി. അതിൻ്റെ ആ ഒരു നൃത്തത്തിൽ അയൽവക്കത്ത് കുറച്ച് കഥയും പറഞ്ഞ് അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിട്ടോ താത്താനോട്. കുറേ നേരം അവിടെ വർത്താനം പറയൽ തന്നെ അങ്ങോട്ട് നടന്നിട്ടുള്ളൂ. അല്ലാതെ സാധാരണ നമ്മൾ ഈ സമയത്തൊന്നും പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങൽ തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര വർത്താനത്തിലായി പോയിക്കണം. ഞങ്ങൾ രണ്ടാളും അപ്പുറം ഇപ്പുറം നിന്ന് കഥ അങ്ങോട്ട് തീരാത്ത വർത്താനത്തിലായിരുന്നു. എന്തായാലും കുറേ ദിവസമായില്ലേ നമ്മൾ പുറവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കണമില്ല. മറ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന സമയത്തുള്ള അങ്ങനത്തെ പണിയും കാര്യങ്ങളൊന്നും വീഡിയോയിൽ അങ്ങനെ കാണിക്കണമില്ലല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തു കൊടുന്ന് അത് മടക്കി വെച്ചിട്ടാണ് പിന്നെ എണ്ണക്കടിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങി അതും ഒന്ന് മസാല ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഇന്നും നോമ്പ് തുറന്നിട്ടുണ്ടായിനി കേട്ടോ.